ഹായ്, നമുക്ക് ഇതിന്റെ അളവിനാണ് തയ്ക്കേണ്ടത്. കണ്ടോ, ഇതിന്റെ അളവായതുകൊണ്ട് നമുക്ക് ഇത് തന്നെ വെച്ച് വരച്ച് തയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ലെന്തും കറക്റ്റ് വണ്ണവും ഒക്കെയാണ് വേണ്ടത്. കൂട്ടാനും കുറയ്ക്കാനും ഒന്നുമില്ല, സെയിം മോഡലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ രണ്ട് ഹോളുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഫുൾ കയ്യിൽ ഒരു ഇലാസ്റ്റിക് പിടിപ്പിക്കണം, ഒരു ഞുറി കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യാം. ഇതിന്റെ ഇറക്കം എന്ന് പറയുമ്പോൾ 47 ഇഞ്ച് ഇറക്കമാണ് പറഞ്ഞത്. 47 ഇഞ്ച് ഇറക്കം എന്ന് പറയുമ്പോൾ 2.5 മീറ്റർ ഉണ്ടെങ്കിൽ 47 ഇഞ്ച് ഇറക്കം കിട്ടുള്ളൂ കേട്ടോ. വീതിയുള്ള തുണി, ഇത് 32 ഇഞ്ച് വീതിയുള്ളൂ. അതുകൊണ്ട് കൈക്ക് നമ്മളിവിടെ നടുക്കൂടെ ഒരു തയ്യൽ കൊടുത്താൽ മാത്രമേ കൈയുടെ നീളം കിട്ടൂ. ഫുൾ ഹാൻഡാണ്. ഫുൾ ഹാൻഡ് ആകുമ്പോഴത്തേക്ക് നല്ല നീളം വേണം. ഇതൊക്കെ ഇതുപോലെ ഇത്രയും ഇറക്കമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ 3/4 ഹാൻഡൊക്കെ ഈ തുണിയിൽ കിട്ടുള്ളൂ. കാരണം ഇത് അവർ 2.90 2.95 ഒരു നൈറ്റിയുടെ പീസ് ഇട്ടേക്കുന്നത്. പക്ഷെ നമുക്കൊരു കുർത്തി ശരിക്കും നല്ലതായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നല്ല ഒരു കുർത്തി അടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നല്ല തുണിയാണ് കേട്ടോ. അതൊന്നും അത്യാവശ്യം ലൈനിങ് ഒന്നും വേണ്ട, നല്ലതായിട്ട് തയ്ക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് അളവിന് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിതാ ഇതിന്റെ കഴുത്തെന്ന് പറയുമ്പോൾ ചെറിയ കഴുത്താണ്, കാരണം ഇതിന്റെ താഴ്വശത്താണ് ഹോള് വരണം. അപ്പൊ നമ്മൾ ഈ ചെറിയ കഴുത്താണ്. ചെറിയ കഴുത്തെന്ന് വെച്ചാൽ ഒരല്പം വൈഡ് ഉണ്ട്. വൈഡ് എന്ന് പറയുമ്പോൾ ഇതില് ഒരു 4.5 ഇഞ്ച് വൈഡ്, 4.5 ഇഞ്ചാണ് വൈഡ് കൊടുത്തേക്കുന്നത്. അപ്പൊ 4 ഇഞ്ച് വൈഡ് എടുക്കുമ്പോൾ നമുക്ക് തയ്ച്ചു വരുമ്പോൾ 4.5 ഇഞ്ച് വൈഡ് കിട്ടും കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ വണ്ണം എന്ന് പറയണത് 45 വണ്ണമാണ്. 40 ഇല്ല, 39, 45 വണ്ണമാണ്. അപ്പൊ നമുക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് വെട്ടാം. തയ്യൽ തുമ്പിന് 1 ഇഞ്ച്. അപ്പൊ നമുക്ക് ഇവിടെ വെട്ടാം. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ പിറ്റ് വണ്ണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പിറ്റ് വണ്ണം എടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് 15 ഇഞ്ച് താഴ്ത്തി എവിടെയാണോ, ഇത് ഹൈറ്റ് ഉള്ള കുട്ടിയാണ്, 15 ഇഞ്ച് താഴ്ത്തി എവിടെയാണോ അവിടെയാണ് പിറ്റ് വണ്ണം. അപ്പൊ നമുക്ക് പിറ്റ് വണ്ണം വരുന്നത് 32 അപ്പൊ 32 ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടം ഈ ഓപ്പണിന്റെ സൈസ് വരണം. ഓപ്പണിന്റെ ചുറ്റളവ് എത്രയെന്ന് വരണം, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. ഓപ്പണിന്റെ ചുറ്റളവ് അത് നമുക്കിവിടെ ഓപ്പൺ ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഓപ്പൺ ലെന്ത് എന്ന് പറയുമ്പോൾ 19 ഇഞ്ചാണ് ഓപ്പൺ ലെന്ത് വരണേ. 19 ഇഞ്ച് ഓപ്പൺ ലെന്തിൽ ഒരു മാർക്ക് കൊടുക്കുക. അവിടുത്തെ നമ്മളെ ഫിറ്റ് വണ്ണം എടുക്കുക. അപ്പൊ അവിടെയും നമുക്ക് 40 ഇഞ്ചേ വരണുള്ളൂ, ചെസ്റ്റിന്റെ അതേ വണ്ണമാണ്. അപ്പൊ ഒരു 40, 41 നമുക്ക് കട്ട് ചെയ്യാം. 1 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതാ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളാ കൈക്കുഴിയുണ്ട്. കൈക്കുഴി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൈ വെച്ച് വരച്ചതുകൊണ്ട് അളവെടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ഇതിന്റെ കൈക്കുഴി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 6.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. 6.5 ഇഞ്ച് കൈക്കുഴിയേ വരുന്നുള്ളൂ. 6.5 ഇഞ്ച് കൈക്കുഴി എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ട് വെട്ടുക. 1 ഇഞ്ച് ഇങ്ങനെ ഇവിടെ വളച്ചു കൊടുക്കുക, അത്രേ വേണ്ടു. ഇതിന്റെ കഴുത്തിലെ ഹോള് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് ഒട്ടിച്ചതിന് ശേഷം അല്ലെങ്കിൽ തയ്ച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഈ കഴുത്ത് ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് തയ്ക്കേണ്ട കാര്യമില്ല. ക്യാൻവാസ് വെച്ച് തയ്ച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ ലൈനിങ് ഉണ്ട് കേട്ടോ, അവർക്ക് ലൈനിങ് വേണം. പക്ഷെ ലൈനിങ് ഇല്ലാത്ത അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്. നമ്മളിതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമ്മളിതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ. കട്ട് ചെയ്ത് കഴുത്ത് ഇത്രയേ ഉള്ളൂ. കഴുത്തെന്ന് പറയുമ്പോൾ നമുക്കൊരു 3.5 ഇഞ്ച് ലെന്തും ഒരു 4.5 ഇഞ്ച് വൈഡ് കൊടുത്തിട്ടുണ്ട്. 4.5 ഇഞ്ച് വൈഡും 3.5 ഇഞ്ച് ലെന്ത്. 4.5 എന്ന് പറയുമ്പോൾ 4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. നമ്മൾ തയ്ച്ചു വരുമ്പോൾ 4.5 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് 9 ഇഞ്ച് വൈഡ് കിട്ടും കഴുത്ത്. ഇത്രയേ ഉള്ളൂ കഴുത്തിന്. പിന്നെ കൈക്കുഴി ഇതാണ് കണ്ട. ഇത് ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്ന് ഈ ഓപ്പണിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. നമ്മൾ ഈ വയറൊന്നും അധികം ഇല്ലാത്തവർക്ക് ഓപ്പണൊന്നും നമ്മളിങ്ങനെ വളച്ച് വെട്ടി കൊടുക്കരുത്. കാരണം അവിടെ നിന്ന് കറക്റ്റ് അളവിന് വെട്ടി തന്നെ പോകണം. നമുക്കൊരു 3/4 ഇഞ്ച് വീതം മടക്കാൻ കിട്ടിയാൽ മതി, അത്ര കിട്ടാൽ മതി. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ തയ്ച്ചെടുത്തിട്ട് നമുക്ക് ഓപ്പൺ അടിച്ചെടുക്കാം. നല്ല നീറ്റായിട്ട് കിടക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വള്ളം പോലെ വളഞ്ഞു കിടക്കും കേട്ടോ. അങ്ങനെ ആവരുത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൈ കണ്ട, കൈക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫുൾ കൈ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ, ഇത് 2 പീസാണ്. ഇത് കണ്ട, ഇത് 2 പീസാണ്. അപ്പൊ ഈ ചെറിയ പീസേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 4 മടക്കിയിട്ട് ഈ കൈക്കുഴിക്ക് ഇവിടെ വരുന്ന ഭാഗം കൈക്കുഴി കിട്ടും. ഇങ്ങോട്ട് വീതി കുറവാണ്. അപ്പൊ നമ്മൾ ഈ കൈ വെച്ചിട്ട് 4 മടക്കി ഈ കൈയുടെ നീളം എടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഇലാസ്റ്റിക് ഉണ്ട് കണ്ടല്ലോ, 5 ഇഞ്ചിന്റെ ഒരു ഇലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ നൂത്ത് പിടിച്ച് തന്നെ അളവെടുക്കണം. കണ്ട, കറക്റ്റ് അളവിന്. ഇതുപോലെയാണ് അന്ന് ഞാൻ ഇതിന്റെ ഈ നൈറ്റി പീസിന്റെ പോലത്തെയാണ് ഇതും തയ്ച്ചത്. അപ്പൊ നമുക്കിങ്ങനെ നൂത്ത് പിടിച്ച് അളവെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെയാണ് ഇത് വരുന്നത്. എന്നിട്ട് നമുക്ക് ഈ കൈ വെച്ചിട്ട് തന്നെ അടയാളപ്പെടുത്താം. നമുക്ക് 6 ഇഞ്ചാണ് കൈക്കുഴി വരണേ അല്ലേ.
അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്താം, ഇവിടെ നിന്ന് ഇതുവരെ. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വണ്ണം ഒന്ന് നോക്കാം. വണ്ണം നിങ്ങൾക്ക് ഇത് വെച്ച് വേണമെങ്കിൽ അളക്കാം, വെട്ടാം, അല്ലെങ്കിൽ ഇതിന്റെ അളവ് എടുത്ത് വെട്ടാം. ഇതിപ്പം കൈ വണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് 6.5 ഇഞ്ചാണ് പറഞ്ഞത്, ഒരു തുണ്ട് 6.5 ഇഞ്ച്. എൻഡ് വരുമ്പോഴത്തേക്കും നമുക്ക് 7 ഇഞ്ചേ ഉള്ളൂ, 7 ഇഞ്ച്. അപ്പം നമുക്ക് ഇവിടുന്ന് കൈക്കുഴി വളച്ച് വെട്ടിയിട്ട്, പഫൊന്നുമില്ല, വളച്ച് വെട്ടിയിട്ട് ഇവിടുന്ന് 6.5 ഇഞ്ചാണ്. അപ്പം നമുക്കൊരു 7 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് 7 ഇഞ്ച് എന്നുള്ളത് ഇവിടെ ഒരു 8.5 ഇഞ്ച് എടുക്കാം, തയ്യൽ തുമ്പ് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ വളച്ച് വെട്ടിക്കൊടുത്തു. അതായത് നമുക്ക് രണ്ട് സൈഡിൽ ഇനി തയ്യൽ തുമ്പ് പോവാം. അപ്പം കുറച്ച് വണ്ണം കൂട്ടിയിട്ട് വേണം എടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് പോവും, ഇവിടെ 1 ഇഞ്ച് പോവും. അപ്പൊ 1.5 ഇഞ്ച് വണ്ണം കൂട്ടിയിട്ട് വേണം എടുക്കാം. അതാണ് ഇവിടെ 8.5 എടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നടുക്കൂടെ ഒരു തയ്യലുണ്ട്, തുണി തികയാത്തത് കൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. പക്ഷെ അറിയത്തില്ല, മിക്ക തുണികളിലും അങ്ങനെ വരും. നമ്മളിത് ഇവിടെ കൂടെ തയ്യലിട്ട് ജോയിന്റ് ചെയ്തെടുത്താണ് നമുക്ക് തയ്ക്കാനുള്ളത്. അപ്പൊ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പുറത്ത് പൊളിക്കാൻ കണക്കിന് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഇലാസ്റ്റിക് കൊടുക്കാനുള്ളത് നമുക്ക് ഈ തയ്ക്കുന്നതിന്റെ മിഡിലിൽ കൂടെ വേണം ഇലാസ്റ്റിക് കൊടുക്കുക. 5 ഇഞ്ച് ഇലാസ്റ്റിക് നമ്മൾ കൊടുക്കണം കേട്ടോ. 5 ഇഞ്ച് ഇലാസ്റ്റിക് ഇട്ടിട്ട് നെടുക്കി പിടിച്ചടിക്കണം. അപ്പൊ നമുക്ക് ഇതുവരെ വരും. 5 ഇഞ്ച് ഇലാസ്റ്റിക് കുറച്ച് നെടുക്കി, ഒരുപാട് നെടുക്കല്ല, അതിന് ഒരു കുരുകുരാന്നായി. ഇപ്പൊ മീഡിയം കണക്കിന് നെടുക്കി, ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം, അങ്ങനെ എടുക്കണം. അപ്പൊ നമുക്ക് കൈ കണ്ട കണക്കിന് നമുക്ക് കൈയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു നൈറ്റി പീസ് എടുത്താൽ കുർത്തിക്ക് കറക്റ്റ് ആക്കിയിട്ട് കണ്ട, ബാക്കി പീസിനെല്ലാം നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്യാൻ പാടൊന്നുമില്ല, നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. അവര് കറുത്ത ലൈനിങ് ആണ് എടുത്തോണ്ട് വന്നിട്ടുള്ളത്, പക്ഷെ ചേരുന്നതല്ല. എന്നാലും അവർ കൊണ്ടുവന്നത് കൊണ്ട് കുഴപ്പമില്ല, കോട്ടൺ ആണേ. നമുക്കിത് കറുത്ത ലൈനിങ് കൂടെ വെച്ചെടുക്കാം. ലൈനിങ് വെട്ടാൻ അറിയാമല്ലോ, അതിനെ വെച്ചിട്ട് അതിന്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ അതേപോലെ വരച്ചു വെട്ടിയാൽ മതി. കണ്ട, ഇതിന് ലൈനിങ്ങിനും തുണിയില്ല, 2 മീറ്ററേ ഉള്ളൂ. അപ്പൊ നമുക്ക് തുണി തികയത്തില്ല. പക്ഷെ ഇത് കട്ടിയുള്ള തുണിയായിട്ട് കുറച്ച് പൊങ്ങി കിടന്നാലും കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് മുകളിലോ താഴെയോ എവിടെയെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല, ഇതിപ്പോ നല്ല കട്ടിയുള്ള തുണിയാ, മുട്ടിന് താഴെ കിടന്നാൽ മതി ലൈനിങ്, ബാക്കി ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമുക്കിപ്പോ അങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് വെട്ടാം. 2 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 38 ഇഞ്ച് ഇറക്കമേ കിട്ടുള്ളൂ. അത് ലൈനിങ് ആയിരുന്നാലും ശരി, തുണിയായിരുന്നാലും ശരി. 39 ഇഞ്ചാണ് 1 മീറ്റർ. അപ്പോൾ 2 മീറ്റർ എന്ന് പറയുമ്പോൾ തച്ച് വരുമ്പോൾ 38 ഇഞ്ച് ഇറക്കമേ ലൈനിങ്ങിനായാലും കിട്ടുള്ളൂ. അപ്പം ഇത്രയും ഇറക്കമുള്ള ഒരാളിന് 2.5 മീറ്റർ ലൈനിങ് എടുക്കണം, അല്ലെങ്കിൽ വീതിയുള്ള തുണി എടുക്കണം. ഈ ലൈനിങ് ഒക്കെ എന്ന് വെച്ചാൽ ഒട്ടും വീതിയില്ലാത്ത തുണിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കണക്കിന് വരച്ചിടും. വരയ്ക്കണമെന്നില്ല, ഇത് വെച്ചങ്ങ് വെട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ലൈനിങ്ങും കൂടെ വെട്ടാം. ഞങ്ങൾക്ക് കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചു നേരം കറണ്ട് വരും. എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ തപ്പിപ്പറക്കി എടുത്തോന്നാണ് അവർ പറയുന്നത്. എടുത്തു കഴിയുമ്പോൾ കറണ്ട് പോകും. നമ്മളൊരു തുണി എടുത്ത് കട്ട് ചെയ്യാൻ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് കറണ്ട് പോകും. ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും പോകും. കാരണം എവിടെയെങ്കിലും പണി വന്നാൽ മതി, അവര് കറണ്ട് കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് ഒരു ടോപ്പ് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ഹോള്, ഒരു ക്യാൻവാസ് വെട്ടിയെടുക്കണം. നമ്മൾ ക്യാൻവാസില് ഹോള് വെട്ടിയെടുക്കണം. ഇത് നമ്മുടെ കട്ടിയുള്ള ക്യാൻവാസ് ആണ് കേട്ടോ, മറ്റേ പേപ്പർ ക്യാൻവാസ് അല്ല, കട്ടിയുള്ള സ്റ്റിപ്പൊക്കെ അടിക്കുന്ന ക്യാൻവാസ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് 2 ഹോളാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ചെറിയ ഹോള് വെട്ടാം. ഈ ഹോളാണ്, കണ്ടല്ലോ. ഈ ഹോളിന് ഇപ്പൊ നീളം ഉള്ളതെന്ന് പറയുമ്പോ, ഈ ഹോളിന് നീളം ഒരു 3.5 ഇഞ്ചാണ് നീളം വന്നിട്ടുള്ളത്. വീതി എന്ന് പറയുമ്പോൾ 1.5 ഇഞ്ച്. അപ്പൊ 3.5 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയിലും ഒരു ഹോള് നമുക്ക് വേണം ആദ്യം. അപ്പൊ നമുക്ക് 3.5 ഇഞ്ച്. അപ്പോൾ 3.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഒരു ഇഞ്ച് നീളം കൂട്ടിയെടുക്കണം, കാരണം തയ്യൽ തുമ്പാണ്. അപ്പൊ എത്രയാണ്? 3.5യും 1 4.5 ഇഞ്ച്. അപ്പൊ 2.25 ഇഞ്ചിട്ട് വെട്ടണം. 1 ഇഞ്ച് നമുക്ക് കൂട്ടി വേണം. അപ്പൊ എന്നിട്ട് ഇതിനെ 2ആയിട്ട് മടക്കണം. നമ്മള് ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുക്കണം, ഇതേപോലെ ഒരു പീസ് വെട്ടിയെടുക്കണം. അപ്പൊ എന്നിട്ട് നമ്മൾ ഇതിനെ 4ആയിട്ട് മടക്കണം. ആദ്യം ഒരു മടക്ക്, പിന്നെ ഒരു മടക്ക്, 2 മടക്ക്, 4ആയിട്ട് മടക്കണം തന്നല്ലോ. അപ്പൊ ഇനിയാണ് നമുക്ക് ഇത് അളവെടുക്കാൻ. ഇപ്പൊ നമുക്ക് വേണ്ടത് ഇതിന്റെ വീതി എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചാണ്. അപ്പൊ ഒരു 3/4 ഇഞ്ചിന്റെ ഒരു മാർക്ക്, 3/4 ഇഞ്ചിന്റെ ഒരു മാർക്ക് മിഡിലായിട്ട്, അതായത് ഈ മടക്കിന്റെ വെട്ട് വരാത്ത ഭാഗം, ഈ ഭാഗത്ത്
മിഡിലായിട്ട് നമുക്ക് 1.5 ഇഞ്ച് കിട്ടണം. 2 സൈഡിൽ കൂടെയാണ് 1.5 ഇഞ്ച്. അപ്പം 3/4 ഇഞ്ച്. 3/4 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് കൊടുത്തു, 3/4 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇതിന്റെ നീളം വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര 3.5 ഇഞ്ചാണ് നീളം പറഞ്ഞിട്ടുള്ളത് അല്ലേ? 3.5 ഇഞ്ച്. ആ കറക്റ്റ് 3 ഇഞ്ച് എടുത്താൽ മതി. കാരണം തയ്ച്ചു വരുമ്പോൾ അപ്പുറം ഇപ്പുറമായിട്ട് തയ്ച്ചു വരുമ്പോൾ കറക്റ്റ് 3.5 ഇട്ട്. അപ്പൊ 1.5 ഇഞ്ചിൽ നമ്മളിവിടെ ഒരു അടയാളം കൊടുത്തു, കണ്ടല്ലോ? 1.5 ഇഞ്ചിൽ ഇവിടെ ഒരു അടയാളം കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഇതേ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കണം. ഈ ഷേപ്പിൽ വരയ്ക്കണം. വരച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതേ ഷേപ്പിൽ തന്നെ ഇവിടെ നിന്ന് ഈ കോണ് വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഇതിന് നമ്മളൊരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് കഴുത്തിന്റെ ഈ ഭാഗം കഴുത്തിന് മുകളിലോട്ട് വരല്. കാരണം കഴുത്തിനോട് ചേർന്ന് ഒരു 1/2 ഇഞ്ചിന് കൂടുതൽ വിട്ടിട്ടാണ് നമ്മൾ ഈ ഹോൾ ഉള്ളത്. അപ്പൊ ഈ പീസ് വലുതായാൽ കഴുത്തിന് മുകളിൽ വരും, പിന്നെ നമ്മൾ വെട്ടേണ്ടി വരും. അപ്പൊ ഇത് കഴുത്തിന്റെ ആ 1/2 ഇഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുന്ന വീതി മതി. ഇവിടത്തെ വീതി ഇവിടെ കുഴപ്പമില്ല, പക്ഷെ ഇവിടത്തെ വീതി ആ 1/2 ഇഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുന്ന വീതി മതി. അതായത് ഇതിന്റെ നമ്മളിപ്പം ഇതിന്റെ കഴുത്തെന്ന് പറയുമ്പോൾ വേണ്ട, ഇത്രയും വെട്ടിട്ടാണ് നമ്മൾ കഴുത്തിൽ ഈ ഹോൾ അടിക്കുന്നത്. കണ്ടോ? ഇത്രയും വെട്ടിട്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലേ നിൽക്കാവൂ ഇതിന്റെ വീതി. അപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾ കട്ട് ചെയ്ത് കളയോ തയ്യൽ തുമ്പായിട്ട് അകത്ത് പോവുകയോ ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ തുണി വെച്ച് മറിച്ചടിക്കാം, ലൈനിങ് വെച്ച് മറിച്ചടിക്കുമ്പോൾ ഇതങ്ങ് പൊക്കോളൂ. അപ്പൊ നമ്മൾ ഇതിനെടുക്കാം. അപ്പൊ ഇതാണ് ഹോള്. കണ്ടോ? ഈ ഹോളാണ്. ഈ ഹോളിനെ നമ്മൾ ഈ തുണിയിൽ ഈ കഴുത്തിന്റെ നല്ല മിഡിലായിട്ട് ആ 1/2 ഇഞ്ച് വിട്ടിട്ട്, 1/2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ച് വിട്ടിട്ട് അതിന്റെ താഴത്ത് വെച്ച് ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. തുണിയുടെ ഇതേ ഭാഗത്ത് മിഡിലായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ചുറ്റും ഇവിടെ തയ്ക്കരുത്, ഇവിടെ മാത്രം ഈ തേച്ചിട്ട് ഈ എൻഡിന് മാത്രം തയ്ക്കുക, തുണി കൂടെ ചേർത്ത്. അപ്പൊ നമുക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാക്കിലെ ഒരു ഹോൾ കൂടെ കട്ട് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ബാക്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് 4 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് 1.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തണം. 1.5 ഇഞ്ച്. എന്നിട്ട് നമ്മളിവിടെ ഒരു 5 ഇഞ്ചാണ് നമുക്ക് നീളം വേണ്ടത്. അപ്പൊ നമുക്ക് 2 ഇഞ്ച്. അപ്പൊ 2ഉം 1.5യിലും ഇങ്ങനെ അടയാളപ്പെടുത്തി. അപ്പൊ ഇങ്ങനെ 2 അടയാളം ഉണ്ട്. ഇങ്ങനെ കണ്ടല്ലോ? ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം. ആദ്യം നമ്മൾ വലിയ കട്ട് ചെയ്യണം, അതായത് തയ്യൽ തുമ്പിനുള്ള. രണ്ടാമത് വേണം ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ. അപ്പൊ ഇത്ര നമ്മൾ തയ്യൽ തുമ്പിടുന്നുണ്ട്. കാരണം കഴുത്തിന്റെ അവിടെ നമ്മൾ അടിച്ചു പോകുന്നു. ഇതാണ് ബാക്കിലത്തെ ഹോള്. കണ്ടല്ലോ? ഇതിന് നമുക്ക് അതുപോലെ നേരത്തെ ഫ്രണ്ട് തേച്ചൊട്ടിച്ചതുപോലെ തേച്ചൊട്ടിച്ചിട്ട് നമുക്ക് തയ്ക്കാം. അപ്പൊ കട്ടിങ് ഫിനിഷായി. നമുക്കിനി തയ്ക്കുമ്പോൾ അടുത്ത വീഡിയോ. ഓക്കെ? കട്ടിങ്ങിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ? ബൈ.